രോഹിത് ശർമ്മയും ഋഷഭ് പന്തും സൂര്യകുമാർ യാദവുമായിരുന്നു 2024 ട്വന്റി ലോകകപ്പിൽ ഇന്ത്യക്ക് ആവേശവിജയം നൽകിയ ബാറ്റിംഗ് കരുത്ത്. ഈ മൂന്ന് പേരിൽ ഒരാൾ തകർത്തടിക്കുമെന്നായിരുന്നു ആരാധക പ്രതീക്ഷ. എന്നാൽ ഇവർക്കായി വ്യക്തമായ പദ്ധതികൾ ദക്ഷിണാഫ്രിക്കയുടെ ബൗളിംഗ് ബുദ്ധിയിൽ ഒരുങ്ങി. ഇതോടെ മാന്യമായ സ്കോർ പോലും ഇന്ത്യക്ക് നേടാനാകുമോ എന്ന ആശങ്ക ആരാധകരിലെത്തി. ക്യാപ്റ്റൻ രോഹിത്തിനൊപ്പം ഈ ടൂർണമെന്റിൽ ഓപ്പൺ ചെയ്ത വിരാട് കോഹ്ലിയുടെ മോശം ഫോമായിരുന്നു ഇതിനെല്ലാം കാരണം. 7 കളിയിൽ നിന്ന് വെറും 75 റൺസായിരുന്നു സെമി ഫൈനൽ വരെ ഈ താരത്തിന്റെ സമ്പാദ്യം. തൊട്ടു മുമ്പ് നടന്ന IPL-ൽ 15 കളികളിൽ നിന്നും 741 റൺസ് നേടി ബംഗളൂരു റോയൽ ചലഞ്ചേഴ്സിന്റെ രംഗണ്ണന് അമേരിക്കയിലും വെസ്റ്റ് ഇൻഡീസിലുമായി നടന്ന ട്വന്റി ലോകകപ്പിലെ ആദ്യ 7 കളിയും നിരാശയുടേതായിരുന്നു. ഫൈനലിൽ കഥ മാറ്റി ബംഗളൂരുവിന്റെ സ്വന്തം വിരാട് കോഹ്ലി. ഇന്ത്യ കപ്പുയർത്തുമ്പോൾ കളിയിലെ കേമൻ പട്ടവും വിരാടിന് സ്വന്തം. ഇനി ട്വന്റി ക്രിക്കറ്റ് ഇന്ത്യക്കായി കളിക്കില്ലെന്നും താരം പറഞ്ഞു. കപ്പുമായി യുവതലമുറയ്ക്ക് വഴിമാറുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റിലെ ഷോമാൻ. ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യയുടെ ജയത്തിൽ നിർണായക പങ്കുവഹിക്കുകയും കളിയിലെ താരവുമായ മുൻ ഇന്ത്യൻ നായകൻ വിരാട് കോഹ്ലി ഫോർമാറ്റിൽ നിന്ന് വിരമിച്ചു. കളിയിലെ താരമായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം കോഹ്ലി തന്നെയാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. ഇനി പുതിയ തലമുറ ഏറ്റെടുക്കാൻ സമയമായെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് എൻ്റെ അവസാന ലോകകപ്പായിരുന്നു. ഞങ്ങൾ നേടാൻ ആഗ്രഹിച്ചതും ഇതാണ്. ഒരു ദിവസം റൺ നേടാൻ കഴിയില്ലെന്ന് നിങ്ങൾക്ക് തോന്നും. അപ്പോൾ ഇത് സംഭവിക്കും. ദൈവം മഹാനാണ്. ഇന്ത്യക്കായി കളിക്കുന്ന എൻ്റെ അവസാന ട്വന്റി മത്സരമായിരുന്നു ഇത്. ആ കപ്പ് ഉയർത്താൻ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു, കോഹ്ലി പറഞ്ഞു. ഇതൊരു തുറന്ന രഹസ്യമായിരുന്നു. കളിയിൽ തോറ്റാലും ഞാനിത് പ്രഖ്യാപിക്കുമായിരുന്നു. ട്വന്റിയെ അടുത്ത തലമുറ ഏറ്റെടുക്കാൻ സമയമായി. ഹർഷ ബോംബ്ലെയുടെ ചോദ്യത്തിനുള്ള ഉത്തരത്തിലാണ് തന്റെ തീരുമാനം ഔദ്യോഗികമായി തന്നെ കിങ് കോഹ്ലി പ്രഖ്യാപിച്ചത്. ഇതൊരു നീണ്ട കാത്തിരിപ്പായിരുന്നു. രോഹിത് ശർമ്മയെ പോലൊരാൾ വിശേഷിച്ചു. അദ്ദേഹം 9 ലോകകപ്പ് കളിച്ചു. ഇത് എൻ്റെ 6ാമത്തേതാണ്. രോഹിത് ശർമ്മ ഈ കപ്പ് അർഹിക്കുന്നു. ഈ സന്ദർഭത്തിൽ വികാരങ്ങളെ നിയന്ത്രിക്കാൻ പാടുപെടുകയാണ്. ഇതൊരു വിസ്മയകരമായ ദിവസമാണ്, കോഹ്ലി പറഞ്ഞു. കലാശ പോരാട്ടത്തിൽ ബാറ്റിംഗ് തകർച്ച നേരിട്ട ഇന്ത്യയെ കരകയറ്റിയത് കോഹ്ലിയുടെ ഇന്നിംഗ്സ് ആയിരുന്നു. 59 പന്തുകൾ നേരിട്ട കോഹ്ലി 2 സിക്സും 6 ഫോറും അടക്കം 76 റൺസ് എടുത്തു. 3-ന് 34 റൺസ് എന്ന നിലയിൽ പതറിയ ഇന്ത്യയെ 4ാം വിക്കറ്റിൽ അക്ഷർ പട്ടേലിനെ കൂട്ടുപിടിച്ച് മികച്ച സ്കോറിൽ എത്തിച്ചതും കോഹ്ലി തന്നെയായിരുന്നു. എന്തായാലും മിന്നുന്നൊരു വിജയം തന്നെയാണ് ഇപ്പോൾ ഇന്ത്യക്ക് നേടാനായത്. വിശേഷിച്ചും കോഹ്ലിയുടെ കാര്യം തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ്. ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് ഇത്തവണ തോറ്റത് ഇന്ത്യയുടെ ഓൾറൗണ്ട് മികവിന് മുന്നിലാണ്.